ഹലോ ഗൈസ്, വെൽക്കം ടു ഫ്ലാഷ് വ്ളോഗ്സ്. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നലെ ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി വ്ളോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി കൂടെ കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടൊരു വ്ളോഗ് ചെയ്യാമെന്നുള്ള പരിപാടിയിലായിരുന്നു. അപ്പം ഇത് എനിക്ക് തോന്നുന്ന ഒരു വ്ളോഗിൽ തന്നെ ആയിരിക്കും ഈ ഒരു ഇൻട്രോയും വരുന്നത്. അപ്പം ലെറ്റ്സ് സീ ഗൈസ്. അപ്പം എന്ത് കൊടുക്കും എന്നുള്ളത് ഒരു ആലോചനയാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു ബൊക്കെ വാങ്ങിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. പുള്ളിക്കാരി ഗേളാണല്ലോ. അപ്പം ഗേൾസിന് ഫ്ലവേഴ്സ് ഇഷ്ടമാണല്ലോ. ഞാൻ അങ്ങനെ അധികം ആൾക്കാർക്ക് ഫ്ലവേഴ്സ് കൊടുത്തിട്ടില്ല ഗൈസ്. വളരെ റെയർലിയാണ് കൊടുക്കാൻ ചാൻസ് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ബേസിക്കലി നമുക്ക് പോയൊരു നല്ല ബൊക്കെ നോക്കാം. നല്ലൊരു ബൊക്കെ കിട്ടിയാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ബുക്ക് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനമാണ് എൻ്റെ മനസ്സിലുള്ളത്. ലെറ്റ് സി. അതിന് ശേഷം പറ്റുമെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് കഫിക്കാനെല്ലാം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്, സാഹിൽ. അവൻ പറഞ്ഞ അവരെന്തോ പുതിയ കൊറിയൻ ബണ്ണ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് പോയി അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നേരെ ബർത്ത്ഡേ പാർട്ടി 8 മണിക്കാണ്. അപ്പം നേരെ പിന്നെ അങ്ങ് ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോയി എന്താണ് സംഭവങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ വ്ളോഗിൽ കൂടെ കാണിക്കാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ സി യു. ഓക്കെ ഗൈസ്, നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ അതൊക്കെ നല്ല ഒടുക്കത്തെ മഴയുടെ, എൻ്റെ ദൈവമേ സൂപ്പർ മഴ. അതൊക്കെ പോയി ഹാപ്പി കപ്പിൽ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, കോഫി ഷോപ്പ്. അവിടെയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ പാർട്ടി. അപ്പോൾ ആദ്യം നമ്മൾ പോയി കഫിക്കാനെ പോയിട്ട് കഫിക്കാനയിൽ പോയിട്ട് എന്തോന്ന് കൊറിയൻ ബണ്ണും കഴിച്ച് എന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം. ഞാൻ വിചാരിക്കുന്ന ഒരു ബൊക്കയും ഒരു ബുക്കും വാങ്ങിച്ചാലെന്ന് ആലോചിക്കണം. അത് സനയും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയണം. എനിക്ക് ബുക്ക് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു ABCD അറിഞ്ഞൂടാ കേട്ടോ ഗൈസ്. കുറച്ച് നാളായി ആ ഒരു ഫീൽഡിൽ നിന്ന്. വായിൽ വിക്സ് കിടപ്പുണ്ട്, വിക്സ് മുട്ടായി, ചെറിയ തൊണ്ടയിൽ കിച്ച് കിച്ച്. അപ്പം താഴെ ഇപ്പോൾ ആരെങ്കിലും ലിഫ്റ്റിൽ കുത്തുന്നതിന് മുമ്പേ ശരി ഗൈസ്, ഞാൻ എൻ്റെ ബുക്കും ബൊക്കയും വാങ്ങിച്ചിട്ട് അവർക്കും കൊടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൻ്റെയൊക്കെ വിഷ്വൽസ് കാണിക്കാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ. ആയിക്കൊണ്ടിരുന്നു, ഞാൻ കൈ മാത്രമേ എടുക്കുന്നുള്ളൂ ഗൈസ്. നമ്മളെ പയ്യനാണ്, പക്ഷെ അവൻ്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല. അവൻ ഭയങ്കര എക്സ്പേർട്ടാണ് ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളിന്ന് ബർത്ത്ഡേ ഗേളിന് ഈ സാധനമാണ് ഫസ്റ്റ് ഒരു സാധനം, പിന്നെ ഒരു ബുക്കും കൂടെ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൻ്റെ സൗണ്ട് കേൾക്കണതിന് കുഴപ്പമില്ലല്ലോ, നിൻ്റെ മുഖമല്ലേ, നീ സംസാരിച്ചോ? സംസാരിക്കില്ല, നിൻ്റെ സൗണ്ട് ഭയങ്കര ഫേമസാണ്. ഓക്കെ എന്നാൽ സെറ്റ്. അവൻ്റെ കുറച്ച് നാണം കുണിക്കാണ് കേസ്, അതുകൊണ്ട് നമ്മൾ അവൻ്റെ കൈയും അവൻ്റെ വർക്കും മാത്രമേ നമ്മൾ തൽക്കാലം എടുക്കുന്നുള്ളൂ. പൊളിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ബൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അവിടെ കടയുടെ പേര് ഞാൻ മറന്നു കേട്ടാ. ഫ്ലോറിസ്റ്റ്. നമ്മൾ പനമ്പള്ളി നഗറിലാണ് ഫ്ലോറിസ്റ്റ് എന്നുള്ള. അപ്പം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് ഇവിടെ വരുമ്പം. അപ്പം അങ്ങനെ പുള്ളിയെ ഞാൻ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. എൻ്റെ ചാനൽ തുടങ്ങിയതെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ പതുക്കെ അവനെ കൊണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിച്ച് അതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ കണ്ട ഇങ്ങനെ ഒരു മാസ്മരികമായ ഒരു ബൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സനയ്ക്ക് കൊടുക്കാനുള്ള സാധനം നമ്മൾ കിഡിലും ബൊക്കെയാണ് സെറ്റാക്കിയിട്ട് ഞാൻ ഫുൾ സാധനം കാണിച്ചു തരാം ഗൈസ്. അവൻ മിണ്ടായിരിക്കുകയാണ്, ഇപ്പോൾ വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പോയി സംസാരിക്കട്ടെ. ബൈ ഗൈസ്. വീണ്ടും എന്താ കണ്ടോ, ഇങ്ങനെയൊക്കെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. നൈസാണ്. അവൻ്റെ കരാവിരുത് നൈസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അവൾ മിക്കവാറും ഒരു പൂന്തോട്ടം കണ്ട് പേടിക്കുമെന്ന് എനിക്ക് അറിയണം, പക്ഷെ കൊള്ളാം, രസമുണ്ട്, അടിപൊളി സാധനം. ഓക്കേടാ, അപ്പോൾ ബാക്കി ഫൈനൽ ടച്ചും കൂടെ ചെയ്തിട്ട് സെറ്റാകാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലോറിസ്റ്റ് എന്ന് പറഞ്ഞ കടയിൽ വന്നിരിക്കുകയാണ്. ഇതിവിടെ പനമ്പള്ളി നഗറിലാണ്. എല്ലാം അത്യാവശ്യം അടിപൊളിയാണ്. എല്ലാവരും സെലിബ്രിറ്റികളും എല്ലാവരും വന്ന് ഫ്ലവർ വാങ്ങിക്കുന്ന കടയാണ്. അപ്പോൾ ആർക്കെങ്കിലും എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. നല്ല അടിപൊളി ബൊക്കയും സംഭവങ്ങളും ഇവിടെ നിന്ന് കിട്ടും. സോ ഡോണ്ട് ഫർഗെറ്റ് ഫ്ലോറിസ്റ്റ്, പനമ്പള്ളി നഗർ. ഓക്കെ, ബൈ ഗൈസ്. അപ്പം ബൊക്കെ, ലുക്ക് അറ്റ് ദിസ് ഫെൻഡാബുലസ് ബൊക്കെ. നൈസ്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ പീസ് ഓഫ് ആർട്ട്. ഞാൻ കാണിക്കുന്നില്ല, അവിടെ ഉണ്ട്, ഇതുണ്ടാക്കി തന്നവൻ. അപ്പോൾ ശരി ഗൈസ്, ഞാൻ അടി കൂടെ എടുത്തിട്ട് നീ കൂടെ തന്നോ, എൻ്റെ ബില്ലും കൂടെ പറഞ്ഞോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അവൻ്റെ ഓപ്പോസിറ്റ് നിന്ന് വ്ളോഗ് ചെയ്യാം. നമ്മളല്ലേ, നമുക്ക് മറ്റേ ക്യാമറയിൽ വരാൻ കംഫർട്ടബിൾ അല്ലാത്തവരെ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് നല്ലപോലെ അറിയാം എന്ത് പാടുപെട്ടാണ് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ. അപ്പോൾ ഇത് എത്രയെങ്കിലും കോൺഫിഡൻസി വന്ന് നിൽക്കുന്നതെന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, അവരുടെ പ്രൈവസി മാനിക്കുക. മനസ്സിലായി ഗൈസ്? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നേരെ
ഇന്നെന്തായാലും ബണ്ണ് കഴിക്കാൻ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും ബുക്ക് എന്തെങ്കിലും നോക്കാം ഗൈസ്. അത് വാങ്ങിച്ച് നേരെ നമ്മൾ ഹാപ്പി കപ്പിലോട്ട് പോകുന്നു. അവിടെയാണ് ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി. ഓക്കെ, സി യു, ബൈ. ഓക്കെ ഗൈസ്, നമ്മൾ ബുക്ക് ഗിഫ്റ്റ് എടുത്തിരിക്കുകയാണ്. അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. താങ്ക് യു ഗൈസ്, ബൈ. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ പോയി ഇത് കൊണ്ടൊന്ന് ഗിഫ്റ്റ്. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പറ്റുമോ? സോറി. ആ, അപ്പോൾ ശരി ഗൈസ്, ഒന്ന് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തിട്ട് വി വിൽ ഗോ ആൻഡ് ഗിവ് ഇറ്റ്. ഗിഫ്റ്റും കൊടുത്ത് പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ. ഒന്ന് കഫിക്കാനയിൽ പോയിട്ട് ആ ഒരു സാധനം കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് വിൽ ഗോ. ഓക്കെ, ബൈ. നിനക്കല്ല, എനിക്കാണ് കേട്ടോ. ഇവൻ അതിന് മുമ്പേ ഇങ്ങ് എത്തി വെച്ച് കാണാൻ. നമ്മൾ ഗൈസ് ഈ സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബർത്ത്ഡേ പാർട്ടി അതിൻ്റെ ഓടി വന്നേക്കുന്നത്. അവളിത് മിക്കവാറും വ്ളോഗിൽ കാണും. ഇല്ല ഗൈസ്, നമ്മളിത് കഴിച്ച ഉടനെ ഓടും ബർത്ത്ഡേ പാർട്ടിക്ക്. ഇതെന്നെ ഉച്ച മുതൽ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ് അവൻ. എന്ത് ഇല്ല, നിന്നെ കാണിക്കണമല്ലോ, എന്നിട്ടല്ലേ. ഓക്കെ ഗൈസ്, നമ്മളത് ടേസ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് ഓടുന്നു. ആ, കഴിച്ചിട്ട് നീ ഇവിടെ കുറച്ച് ക്ലോസപ്പ് ഒക്കെ എടുത്തോടാ. ഇത് ഞാൻ വെട്ടുന്നതിൻ്റെ അതിന് അടുത്തൊക്കെ കൊണ്ടൊന്ന് കാണിച്ചാണേ. ഓ, ക്രീം ചീസ്. ഞാൻ പിന്നെ ഒരു വലിയ ക്രീം ചീസ് ഫാനാണ്. ഓ, ചൂട്. ആ, മുറിക്കാന്നല്ല, മുറിച്ച് തന്നെ ഇരിക്കുന്നു. നല്ല ചൂടുണ്ട്. ഓ, നൈസ്. മേജർ സാധനം അതാണ്, ക്രീം ചീസാണ്. ഞാൻ എപ്പോഴും ഓടെ ഗൈസ്, ടേസ്റ്റ് നോക്കാം. കൊള്ളാം. ഒത്തിരി സ്വീറ്റ് അല്ല, കുഴപ്പമില്ല, രക്ഷപ്പെട്ട്. സാധാരണ ചിലപ്പോൾ ഇതില്ലേ ഭയങ്കര ഒരു സ്വീറ്റ്നെസ് കൂടും. ഒന്നെങ്കിൽ ബണ്ണ് സ്വീറ്റായി, എന്നിട്ട് അവരിതും സ്വീറ്റാകും. അവർ രണ്ടും കൂടെ കഴിക്കുമ്പോഴല്ലോ ഒടുക്കത്തെ സ്വീറ്റായി. കുറച്ച് ബാലൻസ്ഡ് ആണ്, കൊള്ളാം, നൈസ്. ഇത് റെഗുലർ ആക്കൂലേ ഇത് മെനു? നൈസ്. അപ്പോൾ ടേസ്റ്റും കൊള്ളാം കേട്ടാ. ഇത്രയും ഓടി വന്നത് വെറുതെ ആയില്ല, അടിപൊളി. നീ കഴിച്ചിട്ടില്ല ഇതൊക്കെയാണ്? ഞാൻ ഒരു വൻ കൊറിയൻ ബൺ ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ബിക്കോസ് ക്രീം ചീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രീം ചീസും ഗാർലിക്കും കൂടെ ആണുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, സെറ്റാണ്. കുഴപ്പമില്ല, ഞാൻ ഫാനാണ്, ഞാൻ കഴിച്ചോളാം. ഇല്ലല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് ഞാൻ കഴിക്കുന്നു ഇതെന്തായാലും. നമ്മളൊരു പാർട്ടി കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ വന്നേക്കുന്നത്. അവിടെ പോയി തിന്നണോടാ, അവൻ മിണ്ടായിരിക്കുന്ന നോക്കി അവിടെ സൈഡിൽ. ഇങ്ങോട്ട് ഇറക്കടാ, എടുക്കണ ഇങ്ങോട്ട്. ഇല്ലല്ലേ, ഇത് കാണിക്കാം ഗൈസ്. ഇത് സൂപ്പർ ആട്ടാ. ഇവരിത് മെനുവിൽ ഉടനെ തന്നെ കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു ക്രീം ചീസ് വേറെ ലെവലേട്ടാ, സൂപ്പർ. നല്ല നല്ല ചീസ്. അതാണ് അടിപൊളി. ടു ഗുഡ്. ഇതൊന്നും ഒരു ഫില്ലിംഗ് ഒന്നുമില്ല, സ്റ്റാർട്ടറാണ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ക്രീം ചീസ് സംഭവം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ മറ്റേ ചീസ് കഴിക്കുന്ന വലിയ ഹെവി ഒന്നുമല്ല, ഭയങ്കര ലൈറ്റായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. നൈസ്. കുറച്ചുകൂടെ ഒരു ഹെർബ്സിൻ്റെ ഫ്ലേവറും കൂടെ ഇട്ടോ, കുറച്ചുകൂടെ അല്ലേ. മൊത്തം ഞാൻ കഴിച്ചു തീർത്ത്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബസ്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് അത്രയും അടിപൊളി സാധനമാണ്. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ
അവൻ ഇത് എല്ലാം സെറ്റാക്കി വെക്കും. കഫിക്കാനയിലോട്ട് വരിക ഗൈസ്. പുള്ളീനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പം നേരത്തെ ഉണ്ടാക്കി കൊടുക്കൂലടാ നീ? ആ എന്താ പറഞ്ഞ കുടിച്ച് തിന്നിട്ട് വെള്ളം കുടിക്കുന്നത്. ഇനി അടുത്ത് പോയി തിന്നാനുള്ളതാണ്. അവനെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി. ഒരാളുടെയും കൂടെ ഒപ്പീനിയൻ കിട്ടണമല്ലോ. അങ്ങനെ അപ്പോൾ ഗൈസ് ലാസ്റ്റ് ബൈറ്റ്. ടാറ്റ ബൈ ബൈ. ഓ ക്രീം ചീസ് മൈ ലവ്. ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. എത്ര കഴിച്ചാലും മതിയില്ല ക്രീം ചീസ്. അത് ഈ കൊറിയൻ ബണ്ണിൻ്റെ അത് വലിയ താല്പര്യമില്ല. എനിക്ക് കുറച്ച് ഇത് വേണം. കുറച്ച് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. കുറച്ചുകൂടെ ഗാർലിക് ആഡ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് യാത്ര പറയുകയാണ്. ബൈ ബൈ കഫിക്കാന ടാറ്റ. നിങ്ങളൊക്കെ ചമ്മുന്നുണ്ടല്ലോ, മതിയേ. ബൈടാ, കാണാം. അപ്പോൾ ഇതാ സോനുവും ഞാനും പറക്കാൻ പോവുകയാണ്. അടുത്ത ബർത്ത്ഡേ പാർട്ടിയിലോട്ട് നമുക്ക് യാത്രയാവാടാ സോനു. കമാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഹാപ്പി കപ്പിൽ വെച്ച് കാണാം. ബൈ. ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ സന. എന്നാ പിടിച്ചോ 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 പിടിച്ചോ. എന്നാ ഇതും പിടിച്ചോ, ഇതും പിടിച്ചോ. പോടാ, റെഡ് റോസ് ഒന്നും അല്ല, ഈയടാ വാലന്റൈൻസ് ഡേ. ഹലോ ഗൈസ്, അങ്ങനെ ബർത്ത്ഡേ ഗേൾ. ഇതാണ് നമ്മളെ ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ. ഇത് ബർത്ത്ഡേ ഗേളിന്റെ എല്ലാമായ പവർ ഓഫ് സനയുടെ പവർ, റിയൽ പവർ. അതൊക്കെ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്താ. ഇത് നമ്മളെ വ്ളോഗിൽ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ആരാ ഇതിൽ നിങ്ങളെ കാണിക്കണ്ടേ? ഇവരെന്തോ കാണിക്കണത്? ഗൈസ്, ഇതാണ് പവർ ഓഫ് അലോഷി, പവർ ഓഫ് സോനു, പവർ ഓഫ് സ്നേഹ. അവിടെ സെറ്റല്ലേ? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടാ? അല്ലടേ, എനിക്കിതാ പൂവും പിടിച്ചത് ഇത് പൊക്കി പിടിച്ചോണ്ട് വരണ്ടേ? ഞാൻ അവിടെ കഷ്ടപ്പെട്ടു. ഓഹോ, ആ കമ്പ് പൊക്കാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടാ ഗൈസ്. കമ്പോ നമ്മൾ റോഡിൽ നിന്ന് എല്ലമ്പുണ്ടാക്കുകയാണോ എന്നൊരു സംശയമില്ല. അതില്ല. എല്ലാരും വരൂ, ഹാപ്പി കപ്പിലേക്ക് സ്വാഗതം. സ്നേഹയുടെ സർട്ടിഫിക്കറ്റ് ഇട്ടിരിക്കുകയാണ്. ആരും ഗൈസ്, ഇനി നമുക്ക് അകത്തോട്ട് ധൈര്യമായിട്ട് കയറാം. വെൽക്കം വെൽക്കം. ഇതുവരെ വീടാ. സ്നേഹ കയറിക്കോ, ഐശ്വര്യമായിട്ട് ഇടത്തേക്കാലം വെച്ച് കയറിക്കോ. അങ്ങനെ നമ്മൾ റീവാംഡ് ഹാപ്പി കപ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓ, വന്ന ഉടനെ ഇവിടെ മുടിയും ഗ്ലാമറും എനിക്ക് വയ്യ കേട്ടാ. ഫുൾ ഷോ. ഓക്കെ, ബർത്ത്ഡേ ഗേൾ. അതെ, ബർത്ത്ഡേ ഗേൾ പൂവൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഫെന്റാബുലസ് റൈഡിലെടുക്കാം. ഓ മൈ ഗോഡ്, ഇത് ഇന്നലത്തെ ടേബിൾ എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഇതിപ്പോ സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ കൊള്ളാം അല്ലേ? ഒരു പുൽക്കൂടിന്റെ അകത്തൊക്കെ ഇരിക്കുന്നല്ലേ നമ്മള്. നോക്കിയ പുൽക്കൂട്, ക്രിസ്മസ്. ഓ, അവിടെയാണ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, എവിടെ കർത്താവ്? ഇല്ല, ഞാൻ അത് പണ്ടത്തെ കർത്താവാണ്. ഇപ്പൊ റിട്ടയർഡ് കർത്താവാണ്. കുറച്ച് അധികം ചളി അടിക്കുന്നുണ്ട് ഇവരൊക്കെ. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് ഫോമിലാവാം. കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് സനയുടെ ബർത്ത്ഡേ ആണ്. സന സോനു വന്നൊന്ന് പാർട്ടി അനിമൽ മാറി പാർട്ടി ഓർഗനൈസർ ആവുന്നു. താങ്ക് യു. സനിമാമേ, നിന്റെ കാര്യത്തിന് ബർത്ത്ഡേ ആയിട്ട് എന്നെ കൊണ്ട് നീ റാഗ് ചെയ്യിപ്പിക്കരുത്. ബംസ് ഒന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. സാനയെ തീർക്കാൻ എനിക്ക് വേറെ നാക്ക് മാത്രം മതി. ഉറപ്പാണല്ലോ അല്ലേ? ആ ശരി ഗൈസ്, നമ്മൾ വാങ്ങിച്ച സമ്മാനം നമുക്ക് കുറച്ച് അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല. കീറിയോ? കൊച്ചു പിള്ളേരൊക്കെ കീറാനുള്ള അനുവാദമുണ്ട്. നിന്റെ ഇല്ലല്ലോ അല്ലേ? ആ, ഭാഗ്യം. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഇതാവും. ബിക്കോസ് വൺ ഓഫ് ദി എല്ലാ യൂട്യൂബർമാരുടെയും
ദൈവമാണ് കാണുന്നത്. പേളി ആയാലും ഞാൻ കുറേ ആൾക്കാർ ഇത് വായിച്ച് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. നീ ഇപ്പം എന്തായാലും യൂട്യൂബിലോട്ട് കയറിയ സ്ഥിതിക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻസ്പിറേഷൻ ദൈവം കുറേയൊക്കെ നൈസായിരിക്കും. നിന്നെ പോലെ അല്ല, ക്രോസ് വേർഡിലെ പിള്ളേരൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരാണ്. കമോൺ സെർച്ച് ദ ഹോൾ ലൈബ്രറി എന്ന് പറഞ്ഞ് പിള്ളേരെല്ലാരും കൂടെ ഓടി നടന്നാണ് സാധനം എടുത്തു തന്നത്. മനസ്സിലായല്ലേ? എനിക്കറിയാം. ഗൈസ് ഇതൊക്കെ പറയുന്നതൊക്കെ കുഴപ്പമില്ല, കട്ട് ചെയ്യുന്നവരാണ്. പവർ ഓഫ് സാനയാണോ പവർ ഓഫ് സെൽഫ് ആണോ വരേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ദ പവർ ഓഫ് എഡിറ്റർ. കേട്ടല്ലോ? ഇതെന്തോ ഇതെന്തോന്നു? അതൊക്കെയാണ് ഗൈസ്. ഗൈസ് ഇതാണ് അങ്ങനെ ഇവർക്ക് രണ്ടും ഈ ബുക്ക് രണ്ടും ഇല്ലാത്തത് ഞാൻ രക്ഷപ്പെട്ടു. ഗൈസ് ആദ്യത്തെ ഡിഷ് വന്നിട്ടുണ്ട്. ലോഡായി, എല്ലാവരെയും ലോഡാക്കാനുള്ള ഫ്രൈസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് കഫിക്കാൻ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി കൊറിയൻ ബണ്ണൊക്കെ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ നമ്മൾ. അത് മറ്റേ ടേസ്റ്റിംഗ് ട്രയലാണ്. അപ്പം ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ കൊള്ളാം, നല്ല നല്ല ചീസ്. ഇവൻ പൊട്ടറ്റോയും കൊള്ളാം. നീ കഴിക്കണ്ട. നാല് അഞ്ച് ആറ് ഇനി രണ്ടുപേരും കൂടെ വരാണ്ട് കഴിച്ചു. അവരെ കാണാനില്ല. ഷാരൂന് തലവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ചിലപ്പോഴേ വരുള്ളൂ. അപ്പം ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം കഴിച്ചു. ഇതെന്തോ ഉണക്കാൻ വെച്ചേക്കുന്ന പ്രോൺസ് പോലെ വന്നിട്ടുണ്ട്. ഉണക്കായിട്ടേക്കുന്ന പോലെ 3-4 പ്രോൺസിൻ്റെ ഉണക്കായിട്ടിട്ടുണ്ട്. നമ്മളതിനെ ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അതിനെന്തൊക്കെ മുക്കാനുള്ളതായിട്ടുണ്ട്. മുക്കി എന്നിട്ട് നമ്മളതാ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ കാണാൻ പറ്റുന്നു. നൈസ് ഗൈസ്. പിസ്സ, വീണ്ടും കുറെ പ്രോൺസ്. നമ്മൾ തരേണ്ട ആവശ്യമില്ല, എന്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി ആൾക്കാർക്ക്. അങ്ങനെയെങ്കിലും കുറച്ച് വ്യൂ ഇട്ടുണ്ട്. ഓ നിങ്ങൾക്ക് നാളെ വേണോ? ഞാൻ അങ്ങനത്തെ വീഡിയോ അല്ല എടുക്കുന്നത്, ഇത് വ്ളോഗ് വീഡിയോ ആണ്. ആണെങ്കിൽ നിങ്ങള് ഓ മൈ ഗാഡ്, തലവേദന, പല്ലുവേദന, കാലുവേദന എല്ലാരും വന്നിരിക്കുന്നു. മിസ്റ്റർ അനന്ത് ബ്രോ, ബർത്ത്ഡേ ബോയ്. അയ്യോ ബർത്ത്ഡേ ബോയ്. എടാ കിട്ടിയാ? ഞെട്ടിയായിരുന്നു ഇന്നലെ വല്ല എന്തൊക്കെ ഗെയിംസ് വാങ്ങി തന്നടാ? ഗോസ്റ്റ് ഓഫ് സുഷീമയാണോ? സാമുറായി സെറ്റപ്പ് അല്ലേ? ഓ അത് മറ്റേതാണോ? കോൾ ഓഫ് ഡ്യൂട്ടി അല്ല? ഇതാര്? അയ്യോ സൈഡിലാരുടെ പാർക്ക് ചെയ്തത് ഇവിടെ? നിനക്കല്ലേ എന്തോ അസുഖം എന്നൊക്കെ പറഞ്ഞത്? മറ്റേ തലവേദന മാത്രമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ബിസ്ക്കറ്റ് പിസ്സ. ഇന്നലെ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാരെ കണ്ടിട്ട് എവിടെയായിരുന്നു ഫേസിൽ പാവം.
ഭയങ്കര റിച്ച ചത്തു ഭയങ്കര ശരിയാ കഴിച്ചിട്ട് വരാം ഗൈസ്. ഇതോടെ ഇത് സ്റ്റക്കായ പോലെ എന്റെ അമ്മോ എന്റെ നാഗവല്ലിയൊക്കെ പോലെ മറ്റേ ഒറ്റ സ്പോട്ടിൽ ചിരിയൊക്കെ ഇങ്ങനെ നീ ഒരു യൂട്യൂബറാണ്. എക്സ്പ്രഷൻ വന്നില്ല. എന്റെ ഒരു മതി ബാക്കിയൊക്കെ ആൾക്കാർ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പോകാനായിട്ട് ഗൈസ്. ഈ ഒരു ഫ്രൈഡ് റൈസ് അടിപൊളി കേട്ടോ ഇവിടുത്തെ സൂപ്പർ, ദാറ്റ് ഈസ് നൈസ്. പിന്നെ ഈ ചില്ലി ചിക്കനും ചിക്കൻ ലെഗ് പീസ് വന്നിട്ട് അതിൽ പപ്സ് ചിക്കൻ ലെഗ് പീസ് തന്നെയാണ് അതിന്റെ അകത്ത് ഉറപ്പ് തന്നെ. അതാ ഷേപ്പിലാണോ വെച്ചേക്കണെന്നേ ഉള്ളു. बड़ा प्लेट नहीं है. Oh no. നോക്കിയേ എന്നിട്ട് നാസി ഗോറങ്ങ ശോ कल नहीं आएगा आज चाहिए हमें. ഓക്കെ ഗൈസ് നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വരാം. ബൈ. സെറ്റിംഗ് നൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ഡോക്ടർ സന. ഡോക്ടറാണ് പുള്ളിക്കാരി. രസമുണ്ട് കേട്ടോ ഗൈസ്. ഹാപ്പി കപ്പിൽ ഇതിങ്ങനൊരു ബർത്ത്ഡേ സെറ്റപ്പൊക്കെ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അവർ. കൊള്ളാം. അനദർ പാർട്ടി സ്പോട്ട്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകും. അപ്പോൾ അവരിപ്പോൾ വരും, ബർത്ത്ഡേ എളുപ്പം വരുന്നു. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു, പോകുന്നു. ഓക്കെ, സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, അതാണ് സർപ്രൈസ്. അപ്പൊ ഇതാ പവർ ഓഫ് സന ഈറ്റിംഗ്. പവർ ഓഫ് സനക്ക് നല്ല പവർ കൂടിയ കേക്ക്. പവർ കാണിക്കും സന. കമോൺ, പവറേഷ് പവറേഷ് പവറേഷ്. എന്താ പൊന്നോ, പ്രോൺസ് പോലും കഴിക്കാതിരുന്ന കുറച്ച് കഴിച്ചപ്പോഴേക്കും ഞാൻ ഫിറ്റായി. പ്രോൺസ് പ്രോൺസ് കോക്ടെയിൽ വന്നായിരുന്നു. അവള് പ്രോൺസ് കഴിക്കണ്ട, ഇന്നലെ ഒരുപാട് കഴിച്ചു. നല്ല മധുരം, ഫിറ്റായി. അങ്ങനെ കൈസ് ഒരു ബർത്ത്ഡേ കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. സന ഈസ് ഓൾഡ് നൗ. അതിൽ കാര്യമില്ല ഗൈസ്. ഇതിലും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പറയുക, കോണ്ടാക്ട് മീ. ഞാനാണ് ഈ ഗ്യാങ് വളർത്തി വലുതായിക്കൊണ്ട് വന്നത്. ഇനി സനക്കൊരു കുട്ടികളുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും പുതിയ ആൾക്കാരെ. ഐ വിൽ ബി ബ്രിങ്ങിങ് ന്യൂ കിഡ്സ് ഇൻ ദ ബ്ലോക്ക്. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് സെലിബ്രേഷൻ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ നേരെ ഇവിടുന്ന് വീട്ടിലോട്ട് പോകണം, കിടന്നൊന്ന് ഉറങ്ങണം. തൊണ്ടവേനൊന്നും ശരിയായിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പം നാളെ മുതൽ കുറച്ചൊന്ന് ഓർഡർ ആക്കണം ഗൈസ്. കുറേ പരിപാടികളുണ്ട്, എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ അല്ല ഈ 2 ദിവസത്തെ വ്ളോഗ് നിങ്ങൾ ഒരൊറ്റ വീഡിയോയിലായിരിക്കും കണ്ടേക്കുന്നത്. അതുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. കാണാം, ബൈ.